അത് അവരെ കൊണ്ടുപോകാൻ ആംബുലൻസ് ജീപ്പിലാകുമ്പോൾ കുറേ അത് കയറുന്നത്ര ആൾ കയറിയാൽ മതി. അടുത്ത വണ്ടി വെക്കാം. ആ മുമ്പിലിരുന്നോ രണ്ടാള്, മുമ്പിൽ രണ്ടാള്. വൈകാരികമായി തന്നെ വിട നൽകുകയാണ് ആണ്ടൂർ സ്വദേശി ജെൻസണ്. മാതാപിതാക്കളെയോ ബന്ധുക്കളെയും ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല അവിടെ കൂടിയവർക്ക്. വെള്ളാരംകുന്നിൽ ഒമ്നി വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു ജെൻസൺ മരിച്ചത്. നമുക്ക് അറിയാവുന്നതുപോലെ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെ നഷ്ടമായ ശ്രുതിക്ക് കൈത്താങ്ങായത് ജെൻസനാണ്. അപകടത്തിന് പിന്നാലെ രക്തസ്രാവം മൂർധന്യാവസ്ഥയിലായതിനെ തുടർന്നാണ് അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജെൻസനെ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ജെൻസന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ശ്രുതി ഉൾപ്പെടെ വാഹനത്തിലുള്ള 9 പേർക്കും പരിക്കേറ്റിരുന്നു. നേരത്തെ ജെൻസന്റെ മൃതദേഹം ആശുപത്രിയിലെത്തിച്ച് ശ്രുതിക്ക് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ആശുപത്രി അധികൃതരും MLA ടി സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ ഒരുക്കിയിരുന്നു. നേരത്തെ ടി സിദ്ദിഖ് നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിവൈകാരികമായാണ് ശ്രുതി പ്രതികരിച്ചതെന്നതാണ്. ഏറെ നേരം അത് ഉൾക്കൊള്ളാനാകാതെ അവർ ഇരിക്കുകയായിരുന്നു. പിന്നീട് ജെൻസനെ ആലിംഗനം ചെയ്തുകൊണ്ട് അന്ത്യമൊഴിയേകുകയായിരുന്നു. ഇപ്പോൾ ജെൻസൻ്റെ വീട്ടിലെത്തിച്ചപ്പോഴും നമ്മൾ അത്തരത്തിൽ അടൂരിലെ വീട്ടിലെത്തിച്ചപ്പോഴും വൈകാരികമായി തന്നെയാണ് അമ്മയും അച്ഛനും ബന്ധുക്കളും ഉൾപ്പെടെ ജെൻസന് വിട നൽകുന്നത് കണ്ടത്. ആണ്ടൂർ ഗ്ലോറിയസ് ഓഡിറ്റോറിയത്തിൽ 100 കണക്കിന് ആളുകളാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കുക. ഈ അപകടത്തിൽ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് ജെൻസനെ പുറത്തെടുക്കുകയും ചെയ്തത്. അത്തരത്തിൽ വൈകാരികമായ ഒരു വിടവാങ്ങൽ ജെൻസനെ തീരാനോവായി മാറുകയാണ് ഒരു നാടിൻ്റെ. ശ്രുതിക്ക് ഈ വേർപാട് താങ്ങാനുള്ള ശക്തി കൂടി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ മലയാളിയും. ഇപ്പോൾ മൃതദേഹം നിത്യസഹായ മാതാ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മതപരമായ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. തീരാനോവായി മാറുകയാണ് ജെൻസൺ. ഒരു നാടിൻ്റെ ഒന്നാകെ. ആശുപത്രിയുടെ ശ്രുതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ അവർ മാനസികമായി ഏറെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. ആ നാടൊന്നാകെ ജെൻസനെ ഓർത്തിപ്പോൾ കരയുകയാണ്. ശ്രുതിക്കായി പ്രാർത്ഥിക്കുകയാണ്. ശ്രുതിക്ക് കരുത്ത് പകരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയുമാണ്.